നമ്മൾ ഇന്ന് ഒരു തങ്കമ്മ ചേച്ചിയെ പരിചയപ്പെടാൻ പോവുക. ശരിക്കും പറഞ്ഞാൽ ഈ ചേച്ചി സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ളവരെ നമ്മൾ നമസ്കരിക്കണം. അമ്മാതിരി പണിയാണ് ചെയ്യുന്നത്. എന്തു ജോലിയും ചെയ്യും. തെങ്ങ് കയറും, കിണറ്റിലിറങ്ങും, തൂമ്പെടുത്ത് കിളയ്ക്കും. അതിനപ്പുറം എന്നെ അതിശയിപ്പിച്ച് എന്താണെന്ന് വെച്ചാൽ ഈ ജോലിയൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ബാധ ഏറ്റിട്ടുണ്ടെങ്കിൽ അത് ഇറക്കാൻ വേണ്ടി സൈക്കിളിൽ പോകുന്നൊരു കാഴ്ച ചില്ലറ കാര്യമല്ല. എന്തായാലും ഒരുപാട് അത് എങ്ങനെ കിട്ടിയെന്നറിയാമോ? അച്ഛൻ അറിയപ്പെടുന്ന ഒരു മഹാമാന്ത്രികനായിരുന്നു. അദ്ദേഹത്തിന് ശേഷം ഈ മകളാണ് ഇത്തരത്തിലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ആണായിട്ട് തന്നെ ജീവിക്കുവാണ്. ചേച്ചി കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ അച്ഛൻ്റെ ആത്മാവും പേറി അച്ഛൻ്റെ അനുഗ്രഹവുമായിട്ട് ജീവിക്കുന്ന ആ തങ്കമ്മൻ ചേച്ചിയാണ് ഞാൻ തിരക്കി പോകുന്നത്. ഇത് വിശാലമായ കൃഷിയുടെ കേട്ടോ. ഇവിടെ എവിടെ കാണുന്ന ഒരു പിടിയും ഇല്ല. അങ്ങനെ ചിലപ്പം ആ വാഴയ്ക്ക് തടമെടുക്കുമായിരിക്കും, അല്ലെങ്കിൽ കിണർ ഇറക്കുമായിരിക്കും, അല്ലെങ്കിൽ മരത്തെ കയറുമായിരിക്കും, ഒന്നും അറിയത്തില്ല. ചേച്ചി ചേച്ചി ആ എൻ്റെ പൊന്നു താ നിൽക്കും. ഇതാണ് അവതാരം കണ്ടോ. നോക്ക്, കൈലിയൊക്കെ ഉടുത്ത് ഷർട്ട് കണ്ടോ, ആണുങ്ങളുടെ ഷർട്ടൊക്കെ ഇട്ട് ഇങ്ങനെ അടിച്ച് പൊളിച്ച് ജോലി ചെയ്യുകയാണ് ചേച്ചി. ഈ ഇത് എന്തൊരു ജോലി ചെയ്യുന്നത്? ഇത് സാധാരണ സ്ത്രീകൾ ചെയ്യുന്ന ജോലിയാണ് ഇതൊക്കെ. ഇല്ല, അതിനൊന്നും ഒരു കുറവുമില്ല. ഒരു കുറവുമില്ല. അതെങ്ങനെ കുറവ് വരുന്നത്? അല്ല, എല്ലാ ജോലിയും ചെയ്യത്തില്ലേ? എല്ലാ ജോലിയും മരത്തെ കയറും, കിണർ ഇറങ്ങും, കിളയ്ക്കും. പിന്നെന്ത് ചെയ്യും? പിന്നെ തൊഴിലുറപ്പിന് പോകും. മാത്രം സൈക്കിൾ ചവിട്ടും. അതാണ് അത്ഭുതപ്പെടുന്നത്. റബ്ബർ വെട്ടാൻ പോകും. പിന്നെ റബ്ബർ ഷീറ്റ് അടിക്കും. എല്ലാ പണിയും ഇതെല്ലാം ആണുങ്ങൾ ചെയ്യുന്ന ജോലിയാണ് അല്ലേ? ഇതെല്ലാം സ്ത്രീകളും ചെയ്യുന്നു, അല്ലെങ്കിൽ ചേച്ചി ചെയ്യണം. ആണ് ഷർട്ട് ഇട്ടേക്കുന്നുണ്ട്. ഷർട്ട്, കൈലി, മുണ്ട് എല്ലാം ചെയ്യും. അപ്പൊ ഞാൻ തടസ്സമായോ? ഇല്ല. എനിക്ക് ഇത് ചെയ്തിട്ട് വേറൊരു പരിപാടി ഉണ്ട്, അതിന് പോണം. അതെന്തുവാ? അത് വേറെ ഒരു ചെറിയൊരു കുഞ്ഞിനൊരു ചെറിയൊരു ആവശ്യമുണ്ട്. ഒരു പൊടിക്കൈ പ്രയോഗമുണ്ട്. ബാധ ഇളക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്. ചേച്ചി ചില്ലറക്കാരി അല്ല എന്ന് പറയും. ഇത് ഇത്രയും ദൂരത്ത് ഞാൻ താണ്ടി വന്നത് എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു പൊടിക്കൈയുണ്ട്. ചേച്ചിയുടെ അച്ഛൻ, ആ കഥ ചേച്ചി എന്ന് പറയട്ടെ. ചേച്ചി അച്ഛൻ ആരായിരുന്നു? എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ കറുകച്ചാൽ ശങ്കരൻ എന്നാ പറയുന്നത്. മാന്ത്രികനായിരുന്നു അറിയപ്പെടുന്നത്. ഞാൻ അറിഞ്ഞ കാര്യം പറയാം. ചേച്ചിയുടെ അച്ഛൻ കറുകച്ചാലുള്ള ഒരു കേസ് തെളിയിക്കാൻ വരെ ഒരു പ്രചോദനമാണ്. ശരിയല്ലേ? ഈ പോലീസ് എല്ലാം വെള്ളം കുടിക്കൊണ്ട് കള്ളനെ തപ്പി. എന്നിട്ട് ചേച്ചിയുടെ അച്ഛൻ ആ കള്ളൻ എവിടെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു. അത് പറഞ്ഞത് എങ്ങനെയായിരുന്നു? കറുകച്ചാല് അന്ന് ഞാനൊന്നും ഇല്ല. അച്ഛൻ പെണ്ണ് കെട്ടിയിട്ടില്ല. അന്നേരപ്പോഴാണ്. അന്നേരം ഈ കറുകച്ചാൽ ഇല്ല, അതൊന്നും ഇല്ല. കറുകച്ചാൽ പോലീസ് സ്റ്റേഷനില് ഒരു കള്ളനെ കിട്ടാതെ വന്നപ്പം അന്ന് അച്ഛനെ ഈ കളക്കുകയും പറയും. അന്ന് അച്ഛനെ ഈ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരുടെ കൂട്ടത്തിൽ കൂടി നടന്ന് അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുകയും കടയിൽ പോവുകയും അതിന് മേടിച്ചു കൊടുക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഇവർ ഈ കള്ളനെ തപ്പി നടന്ന് വിഷമിച്ചപ്പം ആരാണ്ട് അച്ഛനന്നേരം അവിടെ ഉണ്ടല്ലോ, പോലീസ് സ്റ്റേഷനിൽ ഉണ്ടല്ലോ, അവിടെ ഉണ്ട്. അന്നേരം ദാസയ്യ എന്നും പറഞ്ഞൊരു സയ്യ അന്ന് അവിടെ ഉണ്ടായിരുന്നു. ആ പുള്ളിയോട് പറഞ്ഞ് ശങ്കരനോടൊന്ന് ചോദിച്ചു നോക്കാം. ശങ്കരനോടൊന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പം ഉടനെ സൈ വന്നു, അച്ഛനെ വിളിച്ചു. ശങ്കര, നമുക്ക് ഒരിടത്ത് വരെ പോകാമെന്ന് പറഞ്ഞു. അളനെ പിടിക്കാനെന്ന് പറഞ്ഞില്ല, ഒരിടത്ത് വരെ പോകാമെന്ന് പറഞ്ഞു. ഉടനെ അച്ഛൻ അന്നൊക്കെ തോളയിൽ എപ്പോഴും ഒരു തോർത്തുണ്ട്. ആ തോർത്തെടുത്ത് ഇങ്ങനെ കയ്യേലിടും. കയ്യാലിട്ടിട്ട് എവിടാ? ഇങ്ങനെ അന്നത്തെ കാലത്ത് ഇങ്ങനെയാ. എവിടെയാന്ന് ചോദിച്ചു. അത് ഒരു കള്ളനെ പിടിക്കാൻ പോകാനാന്ന് പറഞ്ഞ് ഒരു വണ്ടി നിറച്ച് പോലീസും അച്ഛനും എല്ലാവരും കൂടെ പോയി. അപ്പോൾ അവർ ഈ തേങ്ങാ വെട്ടുകാരായിരുന്നു, ഈ അട്ടി ഉള്ളവരായിരുന്നു. ഉടനെ അവർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ വലിയ പെര പോലെ തൊണ്ട് കൂട്ടിയിട്ടിരിക്കുക. ഉടനെ അച്ഛൻ ഇതിൻ്റെ വട്ടത്തിലെല്ലാം ഒന്ന് നടന്ന് എല്ലാം നോക്കി പറഞ്ഞു ഇല്ല ഇങ്ങനെ വളർന്നെല്ലാം പറ്റി വന്ന് ഈ മണിയുണ്ട്, കിലുക്കുന്ന മണി, ആ മണി കിലുക്കി ഇതിൻ്റെ ചുറ്റിനുമൊക്കെ ഒന്ന് നടന്നേച്ച് ഈ തൊണ്ടിളക്കാൻ പറഞ്ഞു. പോലീസുകാർ പറഞ്ഞു ഈ തൊണ്ടിളക്കിക്കാൻ പറഞ്ഞു. ഉടനെ പോലീസുകാർ ആ വീട്ടുകാരോട് പറഞ്ഞ് എല്ലാവരും കൂടെ കൂടിയെത്തും. അപ്പം ഇങ്ങനെ പെര പോലെ തൊണ്ട് കൂട്ടിയിട്ടേക്കുക. ആ തൊണ്ട ഇളക്കി ചെല്ലുമ്പോൾ അതിനടിയിൽ ഒരു പെര പോലെ വെച്ചിട്ട് കളനെ അതിനകത്തിരുത്തിയേക്കുക. അതാണ് കറുകച്ചാൽ ശങ്കരൻ. ആരാ? തങ്കമ്മച്ചയുടെ അച്ഛൻ. അപ്പൊ അതിന്റെ വിത്താണ്. അതില്ല. അനിയത്തിയുടെ പിള്ളേരാണ്. ഒരുപാട് ആരാധകരൊക്കെ ഉണ്ടല്ലോ അല്ലേ? തങ്കമ്മച്ചേച്ചി നാടിന്റെ അഭിമാനമല്ലേ ശരിക്കും പറഞ്ഞാലേ. അപ്പൊ അങ്ങനെ മഹാനെ അച്ഛന്റെ മകളെ തിരക്കി ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ അച്ഛൻ മരിച്ചതിന് ശേഷം അത് നേരെ ആ ആത്മാവ്
അമ്മയിലേക്ക് കുടിയേറി അതെ അച്ഛന്റെ ആത്മാവ് അനുഗ്രഹം എല്ലാം വന്നിട്ടുണ്ട് ഉണ്ട് അല്ലേ? ഉണ്ട് അപ്പൊ ഒരു ആണായിട്ട് തന്നെ ജീവിക്കുന്നത്. അതെ അപ്പൊ കരകൾച്ച ശങ്കരൻ എന്തെന്ന് ചോദിച്ചാൽ എന്റെ മുമ്പിൽ ഒറ്റ ഉത്തരവുകൾ ഇതാ നിൽക്കുന്നു അല്ലേ? അതെ അതല്ലേ ഉത്തരം? അതെ എനിക്ക് അവിടെ ഇച്ചിരി വാഴയ്ക്ക് എടാ ഞാൻ വരാം, ഞാനിന്ന് ചേച്ചിയുടെ കൂടെ നിൽക്കും ഫുൾ ടൈം. ഇന്ന് എന്തൊക്കെയാണ് ചേച്ചി കാണിച്ചു അല്ല കൊച്ചിനെ വിളിച്ച അല്ല കാണിച്ചു വാടാ ഇതെല്ലാം ഞാൻ എടുത്തിട്ട് പോകത്തുള്ളൂ ചേച്ചി. അപ്പൊ അതിന്റെ കൂടെ മന്ത്രം ഈ സെറ്റപ്പ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അത് ഇതിനിടയ്ക്ക് സമയം കിട്ടി പോവും. അപ്പൊ ഒരാളുടെ ദേഹത്ത് ഇങ്ങനെയുള്ള നെഗറ്റീവ് എനർജിയൊക്കെ അമ്മ കാണാൻ പറ്റുമോ, അറിയാൻ പറ്റുമോ? അതെങ്ങനെ അറിയാൻ പറ്റും? അല്ല സാധാരണ എന്നാ പിന്നെ അതിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരായിരുന്നു. അമ്മ അറിയപ്പെടുന്ന മാന്ത്രികനായിക്കൂടെ? അത് വേണ്ട. അത് എന്താ അറിയാം, നമ്മൾ എന്നാണേലും കഷ്ടപ്പെട്ട് ജീവിക്കണം. അത് ശരിയാ. അല്ല അങ്ങനല്ലേ? എന്നാണ് എപ്പോഴാണേലും നമ്മൾ നമ്മുടെ ശരീരം നല്ലപോലെ വിശർത്ത് ജീവിക്കണം. ചില മന്ത്രവാദികൾ കഷ്ടപ്പെടാതെ ജീവിക്കുന്നുണ്ട്. അങ്ങനെ തങ്കമ്മ കിട്ടത്തില്ല. അത് വേണ്ട. അതുകൊണ്ടാണല്ലോ ഞാൻ കാര്യമായിട്ടൊന്നും അങ്ങനെ എന്നാ എനിക്ക് ഉപേക്ഷിക്കാൻ വയ്യാത്ത കേസ് കേട്ടുകളൊക്കെ. അമ്മ എന്തോ ചെയ്യുന്നത് അവിടെ ചെന്നിട്ട് കുട്ടികളുടെ ദേഹത്ത് ഈ കരച്ചിൽ നിർത്താതെ കരയോ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് നമ്മൾ മാറ്റി കൊടുക്കും അല്ലേ? അത് നമ്മൾ ഓരോന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ. അത് എൻ്റെ അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് വെച്ച് ഓരോന്നും നമ്മൾ ചെയ്യും. അല്ല ഇത് മാത്രമേ തൊഴിലുമായിട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്, വേറെ ജോലിക്കൊന്നും പോകാതെ. അതിൽ നിന്ന് വ്യത്യസ്തമാണ് തങ്കമ്മയുടെ ജീവിതം. കിളയ്ക്കുന്നുണ്ട്, മരം കയറുന്നുണ്ട്, കിണറ്റി ഇറങ്ങുന്നുണ്ട്. വേണമെങ്കിൽ ഈ മന്ത്രവാദം കൊണ്ട് ജീവിക്കായിരുന്നു. പക്ഷെ അതിന് തങ്കമ്മയെ കിട്ടത്തില്ല. അപ്പൊ ക്യാമറ നോക്കി പറ. അത് പറ്റുകയില്ല. എനിക്ക് എപ്പോഴും അധ്വാനിച്ച് ജീവിക്കണം. അതാണ് അധ്വാനിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ തണലിൽ ഒത്തിരി അംഗങ്ങളുണ്ട്. അയ്യോ അതാണ് എത്ര പേരെ ജീവിക്കുന്നത്. അപ്പൊ എല്ലാവരുടെയും കാര്യങ്ങൾ ഒന്ന് നോക്കി തീർച്ചയായിട്ടും വേണം. അതുകൊണ്ടും ഈ മന്ത്രവാദം കൊണ്ട് നടന്ന അതുകൊണ്ട് നമുക്കാകും ഇല്ല. എൻ്റെ ഈ കുഞ്ഞുങ്ങളെ എല്ലാം കഴിയുന്നത് നോക്കട്ടെ. അപ്പൊ എന്തായാലും ഇതെല്ലാം കണ്ട് നമുക്ക് എന്തായാലും ആ ബാധ ഇറക്കുന്നത് എനിക്ക് കാണണം. കാരണം ഇത് എങ്ങനെയാണ് അവരുടെ മനസ്സ് മനസ്സിലാക്കുന്നത്, അത് എങ്ങനെയാണ് അമ്മയുടെ ശരീരത്തിലേക്ക് മാറ്റുന്നത്, അച്ഛൻ എങ്ങനെയാണ് അമ്മയുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് കാണണം. നമുക്ക് അങ്ങോട്ട് പോയാലോ? പോവാം, എന്നോട് കൊണ്ടുപോവോ? കാണുന്നതിന് കുഴപ്പമില്ലല്ലോ. ഞാൻ മിണ്ടത്തില്ല, അവിടെ മാറി. അപ്പൊ എന്തായാലും ഒരു പയ്യന്റെ ദേഹത്തുള്ള ആ ബാധ ഇറക്കുന്ന കാഴ്ചയാണ് കാണാൻ പോകുന്നത്. സാധാരണ ഒരുപാട് കാഴ്ച ഉണ്ടെങ്കിലും ഒരു വീട്ടമ്മയാണ്, ഒരു കൂലിപ്പണിക്കാരിയാണ്, അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയായിരിക്കും ബാധ ഇറക്കുന്നത് അതൊക്കെ നമുക്ക് അറിയുള്ള ആകാംക്ഷയുള്ള കാര്യമല്ലേ. നമുക്ക് ഇനി അങ്ങോട്ട് പോയാലോ അമ്മേ? അപ്പൊ ഞാൻ വേണമെങ്കിൽ കൂന്തൽ പിടിക്കണം. അതിന് പോലും ഒരാളുടെ സഹായം വേണ്ട. ചില്ലറ കാര്യമല്ലല്ലോ. നമുക്ക് എന്തായാലും ഈ ആണിന്റെ കൂടെ ഞാൻ വരികയാണ്. ഈ പറമ്പ് നിറച്ച് എന്റെ കൃഷിയായിരുന്നു. എനിക്കൊരു പണിയാരുമില്ല, ആരുമില്ല. ഞാൻ മാത്രം എല്ലാ കാര്യത്തിലും. പച്ചക്കറി ഉണ്ടായിരുന്നു, കപ്പയുണ്ടായിരുന്നു. ഒരു അസുഖമില്ലല്ലോ? ഷുഗർ ഉണ്ടോ? ഒന്നുമില്ല, ദൈവം അനുഗ്രഹിച്ച്. ഷുഗർ കൊളസ്ട്രോൾ ഒന്നുമില്ല? യാതൊന്നും ദൈവം തമ്പുരാൻ എനിക്ക് ഇല്ല. വലിയ പനിയോ അത്രയേ ഉള്ളൂ. കണ്ടുപഠിക്കുക ആൾക്കാർ മുഴുവൻ ഷുഗർ ഷുഗർ നടക്കുന്ന കാലഘട്ടത്തിൽ ഒരു ആശുപത്രി പോലും കയറാത്ത സ്ത്രീ. ഈ സമയം വരെ എനിക്ക് യാതൊരു കുഴപ്പമില്ല. അമ്മ നമ്മളെ വീട് എത്താറായോ? ഒരു ശകലം കൂടെ അങ്ങോട്ട് പോയാൽ ഫ്രണ്ടിൽ പോന്ന. എനിക്ക് ഇതൊക്കെ ചാടിയാൻ കിടക്കും ഒറ്റയ്ക്ക്. പിന്നെ മറിഞ്ഞ പോലെ വീഴത്തൊന്നുമില്ല. കാലിനൊക്കെ നല്ല പവർ അല്ലേ? പിന്നെ നമുക്ക് ചാടി കിടക്കുന്നുണ്ടോ? എനിക്ക് വയ്യ. 70 വയസ്സ് ഒരാളാണ് ആണാണ് ഈ പോകുന്നത്. നമ്മൾ പോലും പേടിച്ചാ പോകുന്നില്ലേ ഈ വഴി കൂടെ? വീടെടുക്കാറായി അല്ലേ? വീടെടുക്കാറായി. അപ്പൊ എന്തായാലും ഞാൻ തങ്കമ്മച്ചിയുടെ ആ ഒരു ചികിത്സ കാണാൻ വേണ്ടി പോവുകയാണ്. ഇതെന്തുവാ? ഇതാണ് എൻ്റെ അച്ഛൻ എനിക്ക് തന്നിട്ട് പോയിരിക്കുന്ന മണി. ഇതാണ് മണി ഇട്ട് ശംഖും മണി. ഇതാണ് അച്ഛൻ്റെ ആയുധം. ഇത് വെച്ച് നമുക്ക് ഏത് ബാധ ഇറക്കാൻ പറ്റും? ഇത് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഇത് കറക്കും. അത് രാശി എന്ന് പറയും. പയ്യനെ അകത്ത് ഇരുത്തിയൊക്കെയാണ്. അതെ അതെ. തങ്കമ്മച്ചി ഇനി നമുക്ക് കുറച്ച് സൈലന്റ് പാലിക്കാം. ആയിക്കോട്ടെ. എന്നാ പറ്റിയടാ? എന്നാ ഇവനൊന്ന് പേടിച്ചതാന്നാ തോന്നുന്നത്. അതെങ്ങനെ അറിയാൻ പറ്റും പേടിച്ചാന്ന്? അത് ഈ നമ്മള് ഇങ്ങനെ ഒന്ന് തൊട്ടും പിടിച്ചൊക്കെ നോക്കുമ്പോഴത്തേനെ നമുക്ക് ഒരു സംസാരം കുറവാണ്. ഇപ്പൊ സംസാരിക്കുന്നില്ലേ? അസ്വസ്ഥന പുള്ളി. ഈ രാത്രിയിലൊക്കെ നടക്കുന്നതല്ലേ, തൂങ്ങി ചത്തയിലേയും കെട്ടി ഞാന്നയിലേയും. അത് അവര് പേടിപ്പിക്കും. കേറുകയല്ല, നമ്മളെ ചിലപ്പം ഒരു അങ്ങനെയുള്ള സ്ഥലത്ത് വരുമ്പം നമ്മളിപ്പോ നമ്മുടെ അടുത്തുള്ള ഒരു വട്ടിയോ പൂച്ചയോ പോയാലും നമ്മൾ പേടിക്കും. ആത്മാക്കളായിരിക്കാമോ? അത് അങ്ങനെ പറയാൻ പറ്റിയല്ല. അന്നേരം ഇവിടെ ഇന്നത് സംഭവിച്ചതാണല്ലോ, അതോടത്തായിരിക്കും നമ്മൾ നടക്കുന്നത്. അപ്പൊ കാണുമ്പോ അന്നേരം നമ്മളൊന്ന് ഞെട്ടിപ്പോവും, പേടിക്കുകയും ചെയ്യും. പയ്യൻ നല്ല തലയൊക്കെ ചൊറിയുന്നു കേട്ടോ. അവനെ ഭയങ്കര അസ്വസ്ഥൻ. നമ്മൾ വന്നതിന് ശേഷം പുള്ളിക്കാരൻ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോവുക. ഇങ്ങനെ ശംഖും ആ മണിയിൽ തൊഴുത് നമസ്കരിച്ചു, അത് പ്രാർത്ഥിച്ചു. അതിനകത്ത് ഇതൊക്കെ പല പല ചികിത്സ, പല പല രീതി കേട്ടോ. ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ട്. ആ ശംഖ് കറക്കി ഞാൻ അതിശയപ്പെടുന്ന സംഭവം എന്ന് വെച്ചാൽ ചേച്ചി അധികം സ്കൂളിൽ പോലും പോകാത്ത ആളാണ് ഇതെല്ലാം അറിയുന്നത്. അവനിപ്പം
വെള്ളത്തിൽ പേടിച്ചതുപോലാണ് നമ്മളെ കാണിക്കുന്നത്. ഓ വെള്ളത്തിലുള്ള പേടി കിട്ടിയത്. ആ പേടിയേറ്റിയ അങ്ങനെയാണ് നമ്മളെ ഇപ്പോൾ ഈ രാശി നമ്മളെ കാണിക്കുന്നത്. ആ അപ്പോൾ ഇനി അതിനാണ് നമ്മൾ ചികിത്സ കൊടുക്കുന്നത്. വെള്ളത്തിലുള്ള ഏതോ ആത്മാവ് ദേഹത്ത് കയറിയിട്ടുണ്ട്. അപ്പൊ അതിനിപ്പോ എന്താ ചെയ്യാൻ പോകുന്നത്? അതിനി ഇപ്പം ഞാനൊരു ചരട് ജപിച്ചു കൊടുക്കും, പ്രാർത്ഥിച്ചു കൊടുക്കും. ചരട് ഇങ്ങനെ കെട്ടിട്ട് ജപിച്ച്, അതാണ് ഞങ്ങൾ അച്ഛൻ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് അത് ചെയ്തു കൊടുക്കും. അത് ഒരു 21 ദിവസത്തെ അവധി ഇട്ട് കൊടുക്കും. പിന്നെ അതിന് മാറ്റം വന്നു കഴിയുമ്പോൾ പിന്നെ അതിനെ നമ്മൾ വെട്ടി തീർത്ത് വിടണം. അപ്പോൾ എന്തായാലും ഒരു ചരട് ജപിച്ച് കൈ കൊട്ടി കൊടുക്കുക. ഇതിനകത്ത് നമ്മൾ മന്ത്രങ്ങളാണ് ഈ കെട്ടിനകത്ത് ജപിച്ച് കെട്ടുന്നത്, മന്ത്രങ്ങൾ. ആ മന്ത്രത്തിന്റെ ശക്തി ഈ ചരടയിൽ നിൽക്കുക. പിന്നെ എൻ്റെ അച്ഛൻ്റെ ശക്തി, പിന്നെ എൻ്റെ കുടുംബദേവതയുടെ ശക്തി, അങ്ങനെ അച്ഛൻ്റെ ശക്തിയൊക്കെയാണ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ കെട്ടിക്കൊടുത്തു ഭദ്ര കാണും. അപ്പോൾ ഇതിനകത്ത് ഈ സംഭവം ചേച്ചി ചില മന്ത്രങ്ങളൊക്കെ ഉരുവിടും. ആ ശേഷം ചിരടി കെട്ട് 21 ദിവസം വരെ അത് കെട്ടിന് ശേഷം അത് മൊത്തത്തിൽ അതിലേക്ക് ആവാഹിച്ചു. കണ്ടോ? അപ്പോൾ മനസ്സുകൊണ്ട് ഉരുവിടുകയാണ്, നല്ല ടൈറ്റായിട്ട് പിടിച്ചത്. അപ്പോൾ ഇതിനകത്ത് ഈ പയ്യൻ്റെ ആത്മാവ് ഉള്ളിലുള്ളത് പുറത്ത് ചാടുമെന്നാണ് വിശ്വാസം. അങ്ങനെ ഉണ്ടോ? ഞാൻ മാറി നിൽക്കും. അവൻ്റെ ഒരു അനക്കം വന്നു കേട്ടോ, അവരനക്കം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൻ്റെ പയ്യൻ്റെ മുഖം നമ്മൾ കാണിക്കുന്നത്, നാളെ സമൂഹത്തിൽ ജീവിക്കേണ്ട പയ്യൻ ആയതുകൊണ്ട് അയാളുടെ മുഖം നമ്മൾ കാണിക്കുന്നില്ല. എൻ്റെ തങ്കം ചേച്ചിയുടെ മുഖം നന്നായിട്ട് എടുത്തു, ഞങ്ങൾക്ക് കുഴപ്പമില്ല. കണ്ടോ? പാവം കെട്ടി അവൻ്റെ അനക്കം ഉണ്ട് കേട്ടോ. ഞാൻ പിടിക്കണം. കുഴപ്പമില്ല, മാറടാ, നിന്റെ സംഭവം മാറിയിരിക്കും. 21 ദിവസം കഴിയുമ്പോൾ സംഭവം മാറിയിരിക്കും. കണ്ടോ? ഓക്കെ, സംഭവം ഓക്കെ അല്ലേ? ഓക്കെ ആയി. അപ്പൊ ഇനി അങ്ങനെ ഇരുത്തുവാ. 20 ദിവസം കഴിയുമ്പോഴത്തെ പറഞ്ഞു ഇനി അങ്ങനെ ഇരുത്തു. ഇങ്ങനെ മണി കിലുക്കുന്നുണ്ടോ? ഇനി മണി കിലുക്കുന്നില്ല, ഉള്ള കിലുക്ക് മതി അല്ലേ? സംഭവം ഓക്കെ ആയി. പറഞ്ഞു ഇനി എന്താ പറഞ്ഞു കൊടുക്കുള്ളൂ? അതൊക്കെ പറഞ്ഞു. അത് ഈ ചരടയിലുണ്ട്, ഞാൻ തലയിൽ പിടിച്ചിട്ട് ഇവിടെയുണ്ട്. അപ്പൊ ഇത് ചെറിയൊരു മരുന്നാണ് കൊടുത്തേക്കുന്നത്. 20 ദിവസം കൊണ്ട് മാറും സംഭവം. ഇപ്പൊ ഗമകണ്ഠൻ പറയുന്ന 6 കൊല്ലം മറ്റേ സാധനമൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് സാധനം ഉണ്ടല്ലോ, അതൊക്കെ വരികയാണെങ്കിൽ വേറെ മന്ത്രി കളത്തിയിരുത്തും അല്ലേ? അപ്പൊ എന്തായാലും വാ. അപ്പൊ ഇതിനകത്ത് ചേച്ചി പ്രത്യേകത എന്ന് വെച്ചാൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു വാചകമുണ്ട്. ഈ മാന്ത്രികത അല്ലെങ്കിൽ കഴിവ് വെച്ച് ഒരുപാട് സമ്പാദിക്കുന്ന ഒരുപാട് വിഡ്ഢികൾ അല്ലെങ്കിൽ കുറേ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇതുകൊണ്ട് ജീവിക്കുന്നവർ അറിയാലോ, ഇവർ കാണുമ്പോൾ തന്നെ അറിയ തട്ടിപ്പാണ്. പക്ഷെ ഇത് ജോലി ചെയ്ത് ജീവിക്കുന്ന ആളാണ്. അതിന്റെ കൂട്ടത്തിൽ ഒരു സേവനം ചെയ്യുകയാണ് അല്ലേ? പൈസ ഒന്നും മോഹിക്കാൻ തരുന്ന ദക്ഷിണമുണ്ട്. ഒന്ന് മോഹം കാണ്, ഇതിങ്ങനെയുള്ളവർ വേണ്ട നമ്മുടെ സമൂഹത്തിന്. ജോലി ചെയ്ത് ജീവിക്കുക തൻ്റെടിയായ ഒരു സ്ത്രീ അല്ലേ തങ്കം ചേച്ചി. അപ്പൊ എല്ലാ സ്ത്രീകൾക്കും തങ്കം ചേച്ചിയുടെ ജീവിതം ഒരു പ്രചോദനമാകട്ടെ അല്ലേ? എല്ലാവർക്കും ഒരു പാഠമാണ് നമ്മുടെ സമൂഹത്തിന്. എന്തായാലും തങ്കം ചേച്ചിയുടെ ഈ രസകരമായിട്ടുള്ള എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ മറ്റൊരു കിടിലൻ സംഭവമായിട്ട് വീണ്ടും ഞാനെത്തും. അതുവരേക്കും ടാറ്റ കൊടുത്ത് ചേച്ചി, ടാറ്റ കൊടുക്ക്. ടാറ്റ.